ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓസി ടോക്സ്. ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് മറ്റു പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു റിട്ടേൺ ആൻഡ് ഏൺ കിയോസ്കാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓസ്ട്രേലിയയിലെ റീസൈക്ലിംഗ് വളരെ കാര്യമായിട്ടാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ടായിട്ട് ഇവിടെ ഒരു മെഷീനുണ്ട്. ആ മെഷീനിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ റിട്ടേൺ ആൻഡ് ഏൺ കിയോസ്ക്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ഇനി കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടെ അവർ കാര്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ബോട്ടിൽസാണ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്നതെന്ന്. നമുക്ക് കാർട്ടൺസ് ഇടാൻ പറ്റും, ക്യാൻസ് ഇടാൻ പറ്റും, അതുപോലെ ഗ്ലാസ് ബോട്ടിൽസ് ഇടാൻ പറ്റും, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഇടാൻ പറ്റും. പക്ഷെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന ബോട്ടിൽസിൽ 10 സെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഈച്ച് ബോട്ടിൽസിൽ 10 സെൻറ്റാണ് അവർ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവരുമ്പോൾ അതിൽ ശ്രദ്ധിക്കണം. ഞങ്ങളിത് നോക്കിയിട്ടാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഇവിടെ 4 മെഷീൻസാണ്. അതുകൊണ്ട് ഈ കാണുന്ന ഈ 1, 2, 3, 4 ഈ 4 എണ്ണമാണ് ഈ മെഷീൻസ്. ഇതിൽ നമ്മൾക്ക് ഏതിൽ വേണേലും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർട്ടൺസ്, പ്ലാസ്റ്റിക്, ക്യാൻസ് ആൻഡ് ഗ്ലാസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ആയിരിക്കും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് അത് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതായിരിക്കും നമ്മൾ ഇടുന്നതിനനുസരിച്ച്. അതിപ്പോൾ ഞാൻ ബോട്ടിൽസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ റീഫണ്ട് മെത്തേഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഡിജിറ്റൽ റീഫണ്ട് ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യാനും പറ്റും. ഡിജിറ്റൽ റീഫണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് NSWൻ്റെ റിട്ടേൺ ആൻഡ് ഏൺ ആപ്പ് ഉണ്ട്. അത് നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി നമുക്ക് ക്യാഷ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ല എങ്കിൽ നമുക്ക് വൗച്ചറായിട്ട് എടുക്കാം. അത് വൗച്ചർ നമുക്ക് റെഡീം ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യാനും പറ്റും. ഈ രീതിയിലാണ് അവർ ഇതിൻ്റെ റീഫണ്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 12 പ്ലാസ്റ്റിക് ബോട്ടിൽസും പിന്നെ ഒരു ക്യാനും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ബോട്ടിൽസൊക്കെ എടുത്ത് ഇങ്ങനെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടിൽ കണ്ടോ, ഇതിൽ 10 സെൻറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. ഇങ്ങനെ ഈ 10 സെൻറ്റ് എന്ന് കാണിച്ചിട്ടുള്ള ബോട്ടിൽസ് വേണം ഇതിൽ കൊണ്ടിടാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ കാശ് കിട്ടത്തുള്ളൂ. അല്ലാത്ത ബോട്ടിൽസ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൽ ഉള്ളിലേക്ക് പോകില്ല. അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ഈ മെഷീൻ. ഇനി എന്നാൽ നമുക്ക് ബോട്ടിൽ ഇട്ട് തുടങ്ങിയാലോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ ഞാനിപ്പോൾ ആദ്യത്തെ ബോട്ടിൽ ഇടുകയാണ്. അത് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും 10 സെൻറ്റ് എന്ന് നമുക്ക് വിസിബിളാണ് അവിടെ. നെക്സ്റ്റ് ബോട്ടിലിട്ടു, 20 സെൻറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ കയ്യിലൊരു ക്യാനാണുള്ളത്. ഇതിലും 10 സെൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 30, 40, 1 മഗ്ഡിയുടെ ഒരു കാർട്ടനുണ്ട്. നോക്കാം ഇത് കയറുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ 10 സെൻറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് തിരിച്ചു വന്നു. ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഞങ്ങൾ ഇട്ട് നോക്കിയത്. അപ്പം എൻ്റെ കയ്യിലുള്ള ബോട്ടിൽസ് എല്ലാം ഞാൻ ഇതിൽ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വൗച്ചർ എടുക്കാം. ഇതിൽ ഇതേ നോക്കിക്കേ, എനിക്കിപ്പോൾ $1.30 ആയിട്ടുണ്ട്. വൗച്ചറും കിട്ടി. ഫ്രണ്ട്സ്, ഇതാണ് എനിക്ക് കിട്ടിയ വൗച്ചർ. എനിക്ക് $1.30 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 10 സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇന്ത്യൻ മണി $5.50 വരുന്നത്. ഇതിപ്പോൾ $1.30 ആയപ്പോൾ ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് നമ്മളുടെ നാട്ടിലെ കാശ് ഒരു $71.50 കിട്ടിയിട്ടുണ്ട്. ഒരു 12 പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇട്ടപ്പോൾ. ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാം ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ ആക്റ്റീവായിട്ടാണ് ഇവിടെ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് വരുന്നത്. അവരുടെ കയ്യിൽ ഇത്രയൊന്നും അല്ല, ഒരുപാട് ക്യാൻസും ബോട്ടിൽസുമായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഒരു ഓസ്ട്രേലിയക്കാരനാണ്. അയാൾ എങ്ങനെയാണ് എന്തോരം ബോട്ടിൽസാണ് കൊണ്ടിട്ടതെന്ന്, എത്ര രൂപ അയാൾ ഏൺ ചെയ്തു എന്നുള്ളതും നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഡിസ്കാർഡ് ചെയ്യുന്ന കണ്ടില്ലേ. ഇത് ഫുള്ള് ഗ്ലാസ് ബോട്ടിൽസാണ് ഡിസ്കാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾക്ക് കാണാൻ പറ്റും എത്രയാണ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്.
ഈ ബാഗ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പച്ചന്ത അടുത്ത ബാഗ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൽ നിറച്ച് ക്യാൻസാണ്. ഓരോന്നും ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇപ്പുറത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ സെൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പം തന്നെ ഏകദേശം ഒരു $15 ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്ലെയർ അടിക്കുന്നുണ്ട്. എനിക്കത് കാര്യമായിട്ട് എനിക്കിത് കാണാൻ കഴിയുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ. താങ്ക് യു. ഇതേ കണ്ടില്ലേ, അടുത്ത ആളുകൾ എത്തിയിട്ടുണ്ട്. അവരാണെങ്കിൽ ഒരു വലിയ ബിൻ നിറയാണ് കേട്ടോ ബോട്ടിൽസൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അവരിപ്പോൾ ഏകദേശം ഡ്രോപ്പ് ചെയ്ത് കഴിയാറായി. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം. ഇതിന് ഒരു ലോക്കൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫില്ലായി കഴിയുമ്പോഴേക്കും അവർ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഇതിലുള്ള ബോട്ടിൽസൊക്കെ കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്ത ബോട്ടിൽസൊക്കെ ഇവിടെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി അവർ ബിന്നും വെച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റ് പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം OC Talks.